ഇപ്പോൾ MLA വൈക്കം MLA ശ്രീ കെ ആസ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MLA, താങ്കൾ ഈ അപകടത്തെക്കുറിച്ച് അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കാൻ പോകുന്നത്. ഒരാളെ കാണാനില്ല എന്ന ഒരു ദുഃഖകരമായ വാർത്ത കൂടി വരികയാണ്. അപകടത്തെക്കുറിച്ച് അങ്ങേക്ക് അറിവുള്ള കാര്യങ്ങൾ പങ്കുവച്ചാൽ. പാണാവള്ളിയിൽ നിന്ന് മരണാവശ്യത്തിന് വന്നവരാണ് ഈ വള്ളത്തിലുണ്ടായിരുന്നത്. അതിലിപ്പോ മിസ്സിംഗ് ആയിട്ടുള്ളത് സുകേഷ് എന്ന പേരുള്ള ഒരു കണ്ണൻ എന്ന് വിളിക്കുന്ന ഒരാളെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ എന്തായാലും 29 പേരെ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി മിസ്സിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ഊർജിതമായ തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും ഒപ്പം തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് റെസ്ക്യൂ ബോട്ട് ഉൾപ്പെടെ അവിടെ ഊർജിതമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും എല്ലാം നല്ല രീതിയിൽ തന്നെ അതിനോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 29 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചതും. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അദ്ദേഹത്തെ എത്രയും വേഗം തന്നെ കണ്ടെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ അവിടെ നടന്നു വരികയാണ്. MLA, പുഴയുടെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ രക്ഷാദൗത്യം അല്പം വെല്ലുവിളി നിറഞ്ഞതാണല്ലേ? പുഴയല്ല, അത് ശരിക്കും പറഞ്ഞ കായലാണ്. ഇത്തിരി ദുർഘടമാണ് രക്ഷാദൗത്യം. കാരണം 2-3 ദിവസമായിട്ട് അതിശക്തമായ മഴയായിരുന്നു, നല്ല വെള്ളമാണ്. അപ്പോ അവിടെ നല്ല തിരയുമുണ്ട്, കാറ്റും ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അല്പം ദുർഘടമാണ് രക്ഷാദൗത്യം എന്നുള്ളത്. എങ്കിലും നമുക്ക് സാധിക്കാവുന്ന എല്ലാ ഫോഴ്സും റെസ്ക്യൂവിന് ആവശ്യമായി വരുന്ന എല്ലാ സ്കൂബ സെറ്റ് ഉൾപ്പെടെയുള്ളവ അവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തി വരികയാണ്. ഈ കായലിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? മറ്റു തുരുത്തൊക്കെ ഉള്ളതായി പറയപ്പെടുന്നുണ്ട് അവിടുത്തെ പ്രദേശവാസികൾ. അവിടെ തുരുത്തുള്ളതായി പറയപ്പെടുന്നുണ്ട്. ഈ പുഴയുടെ സ്വഭാവം കായലിൽ നിരവധിയായിട്ടുള്ള തുരുത്തുകളുണ്ട്. അതിലൊരു തുരുത്താണ് നടുത്തുരുത്ത് എന്ന് പറയുന്ന പ്രദേശം. കൂമ്പേൽ എന്നാണ് ആ പ്രദേശത്തെ അറിയപ്പെടുന്നത്. ആ ഭാഗത്ത് അവിടെ നിന്ന് ആ പ്രദേശത്തേക്ക് പാണാവള്ളിയിൽ നിന്ന് ബോട്ടയിൽ എത്തിയവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരു മരണാവശ്യത്തിന് വേണ്ടി അവർക്ക് ചേർത്തല താലൂക്കാണ് ഈ പാണാവള്ളി എന്ന് പറയുന്ന പ്രദേശം. അപ്പൊ അക്കരയിൽ നിന്ന് വേമ്പനാട്ട് കായലിന്റെ അക്കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് എളുപ്പത്തിലുള്ള ഒരു മാർഗം എന്ന നിലയിൽ അവര് ഇന്നിപ്പോ അതിനെ ആ ഒരു ബോട്ടിനെ വള്ളത്തിനെ സമീപിച്ചതാണ് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ ഇപ്പുറം വഴിയാണ് എല്ലാവരും അവിടെ ഉള്ള നാട്ടുകാരെല്ലാവരും മുറിഞ്ഞപുഴയിൽ നിന്നും അതുപോലെ തന്നെ കാട്ടിക്കുന്ന് തുരുത്തുനിന്നുമാണ് ആ പ്രദേശത്തേക്ക് പോകുന്നത്. ഇപ്പൊ അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് വരാനുള്ള എളുപ്പമാർഗം എന്ന തരത്തില് ആ ഒരു ചടങ്ങിന് വേണ്ടി അവര് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വള്ളത്തിൽ വന്നതാണ്. സർവീസ് നടത്തുന്ന വള്ളങ്ങളുണ്ടോ അവിടെ? ഇല്ല, സർവീസ് നടത്തുന്ന നമുക്ക് ജങ്കാറുണ്ട്, അതേ ഉള്ളൂ. അതല്ലാതെ വള്ളങ്ങളില്ല. ജങ്കാർ സർവീസ് നമുക്ക് വൈക്കത്തും അതുപോലെ തന്നെ ചെമ്മനാഗിരിയും ഉദയനാപുരം നേരേകടവും ജങ്കാർ സർവീസ് ഉണ്ട്. അതല്ലാതെ വള്ളങ്ങളായിട്ട് സർവീസ് നടത്തുന്നില്ല. ശരി, വളരെയധികം നന്ദി. വൈക്കം MLA യുടെ പ്രതികരണമാണ് കേട്ടത്.